അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളതിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, കിച്ചൺ ഡീപ്പ് ക്ലീനിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിനി എൻ്റെ കിച്ചണും വീടും എല്ലാം ഞാൻ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കാനും അപ്പോൾ അന്നത്തെ വീഡിയോ ആണ് ഇത്. ഞാനില്ലേ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിനി, പിന്നെ എനിക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങി തന്നിട്ടുണ്ടായിനി. പിന്നെ കോഴിയില്ലേ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിനി. എന്താ പറയുക, എൻ്റെ കഴിഞ്ഞ വ്ളോഗിലില്ലേ കോഴിയെല്ലാം പോയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിനി. കോഴിയെല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ കോഴിൻ്റെ കൂവൽ ഇട്ടുതരം നിങ്ങളോട് പറഞ്ഞതാണ്. അങ്ങനെ പിന്നില്ലേ എൻ്റെ ബർത്ത്ഡേക്കൊക്കെ കുറച്ച് ഗിഫ്റ്റ് വാങ്ങി തന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട. ചിലർക്കെങ്കിലും വിചാരിക്കും അയ്യോ എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് വാങ്ങി തരുന്നില്ലല്ലോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എല്ലാവരുടെ ഹസ്ബൻഡും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അങ്ങനെ ആണുങ്ങന്മാരെല്ലാം ഏകദേശം ഒരേ സ്വഭാവമുള്ളവരായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിനെ. അങ്ങനെ ഇതെനിക്ക് സർപ്രൈസ് ആയിട്ടൊക്കെ ഗിഫ്റ്റ് തന്നതൊന്നുമല്ല. അതിൻ്റെ വിശേഷങ്ങളെല്ലാം പറയാം. എൻ്റെ ബർത്ത്ഡേൻ്റെ അന്നില്ലേ ഞാൻ ബർത്ത്ഡേ ഭയങ്കരമായിട്ട് ആഘോഷിക്കലൊന്നുമില്ല. എന്നാലിപ്പം എനിക്ക് ഞാൻ പറയലുണ്ടായിട്ടുണ്ടെങ്കിൽ 2-3 വർഷം മുന്നേ ഉള്ള വീഡിയോയിൽ പറയലുണ്ട് സ്പെഷ്യൽ ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് കൊടുക്കലുണ്ടെന്ന്. അങ്ങനെ പിന്നില്ലേ എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിട്ടുണ്ടായിനി, ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയില്ലേ ഞാനും മഞ്ഞയും വയ്ക്കും. അപ്പോൾ ഇക്കാക്കും കണ്ണൂർ ആവശ്യം ഉണ്ടായിട്ടുണ്ടായിനി, കാരണം ഓഫീസിൽ കയറണം. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ഒരു ഷോപ്പിൽ കയറിയേരം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഷർട്ട് ഇഷ്ടമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗ്രേപ്പിൻ്റെ കളറെല്ലാം കണ്ടിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഞാൻ ഇക്കാനോട് പറഞ്ഞു ഈ ഷർട്ട് എന്തായാലും ഇക്ക എടുക്കണം. സാധാരണ ഞാൻ തന്നെയാണ് കേട്ടോ ഇക്കാക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക ഷർട്ടെല്ലാം. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇക്കാക്ക് ഞാൻ തന്നെയാണ് ഷർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. കാര്യം എനിക്ക് എന്താ പറയുക, എനിക്ക് സെലക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അങ്ങനെ എല്ലാവർക്കും സെലക്ട് ചെയ്ത് കൊടുക്കാനെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്തായാലും വീടിൻ്റെ കാര്യങ്ങളായാലും എന്താ പറയുക, എനിക്ക് ജന്മനാ കിട്ടിയൊരു കഴിവാണത്. എന്താ പറയുക, ഇപ്പം കല്യാണത്തിനുള്ള ഡ്രസ്സായാലും ഈ സാരി, ഇത്തത്തമാർക്കെല്ലാം സാരി അങ്ങനെയെല്ലാം ഞാൻ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കലുണ്ട്. എല്ലാവരും എന്നോട് ചോദിക്കലുണ്ട്. ഈ ഒരു ഷർട്ടൻ കട കണ്ടതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്നിട്ട് കിട്ടാൻ നല്ല രസമുണ്ടാവും എനിക്ക് തോന്നി. പക്ഷെ ഇക്കാറിന് വേണ്ടാടിന്ന്, കാര്യം ഇക്ക ഓൺലൈൻ ഓർഡർ ചെയ്യലാണ്. അപ്പം ഇക്ക ഓൺലൈൻ ഓർഡർ ചെയ്യലാണ്. ഇപ്പോൾ പെരുന്നാൾക്ക് എനിക്ക് ഷർട്ട് ഉണ്ട് ഇക്കാക്ക്. ഇക്ക അങ്ങനെ കൂടുതൽ ഡ്രസ്സ് എടുക്കുകയൊന്നും ചെയ്യില്ല, ആവശ്യത്തിന് മാത്രമേ എടുക്കും. ഞാനിക്കും എന്താ പറയുക, ഒരേ സ്വഭാവം കുറേ ഉണ്ട്, എന്നാലും വിപരീതമായിട്ടുള്ള കുറേ സ്വഭാവമുണ്ട്. ഞാൻ കുറേ ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ ഇക്കാനെ വിഷമിപ്പിച്ചിട്ടല്ല, ഞാൻ എൻ്റെ പൈസനെ കൊണ്ടെടുക്കും. എന്നാൽ ഇക്ക നേരെ വിപരീതമെന്ന്, അങ്ങനെ ഡ്രസ്സ് എടുക്കൽ കുറവാണ്. പക്ഷെ എനിക്ക് ഈ ഡ്രസ്സ് വിട്ടിട്ട് പോകാൻ തോന്നിയില്ല. ഞാൻ പറഞ്ഞു ഇതെന്തായാലും എടുക്കണം, ഇക്കാരൻ വേണ്ടാടിയും. ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പൈസ കൊടുത്തിട്ട് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ഈ ഡ്രസ്സ് എടുത്ത്. അന്നേരം മഞ്ഞ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. മഞ്ഞ പറഞ്ഞു ഇത് ഫെയറല്ല, മമ്മാൻ്റെ ബർത്ത്ഡേ ആണ്, പപ്പയാന്ന് ശരിക്കും മമ്മാക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണ്ടേ, ഗിഫ്റ്റ് ആയി കൊടുക്കണ്ടേന്ന്. അന്നേരം ഇക്കാക്ക് എന്തോ സങ്കടമായി. എന്നിട്ട് ഇക്കാരന് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തോ എടുത്തോന്നു. പക്ഷെ എനിക്ക് ഡ്രസ്സിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണെങ്കിൽ അവിടെ ഇല്ലേയും താനും. ഞാൻ എടുക്കുമ്പോൾ അധികവും ഫുൾ സ്ലീവ്, അങ്ങനെ ഒന്നിക്കൽ പാകിസ്ഥാനി സൽവാർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഡ്രസ്സെല്ലാം എടുക്കൽ. പക്ഷെ അവിടെ ഇല്ല. അപ്പം അവിടെ ഹോം സെൻറ്റർ ഉണ്ടായിട്ടുണ്ടായിനി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ നിന്ന് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു തോർത്ത് വാങ്ങണം, മാറ്റ് വാങ്ങണമെന്നെല്ലാം ഉണ്ടായിട്ടുണ്ടായിനി. ഞാൻ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയത് തന്നെയാണ്. അങ്ങനെ കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തോന്നു. പക്ഷേ അവിടെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള നല്ലൊരു വൈറ്റ് കളറിൽ ഈ ഫ്ലവർ കണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ 4 എണ്ണം മാത്രമേ ഉള്ളൂ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 6 എണ്ണമെങ്കിലും വേണമെന്നുണ്ടായിട്ടുണ്ടായിന്. ഇതിന് സെപ്പറേറ്റ് പ്രൈസാണ്, ഓരോന്നിനും ഓരോ പ്രൈസാണ് വരുന്നത്. ഒന്നിന് 799 എങ്ങാനുമാണ് വരുന്നത്. നല്ല രസമില്ലേ കാണാൻ വേണ്ടിക്ക്. അങ്ങനെ 4 എണ്ണം വാങ്ങിയിട്ടുണ്ടായിന്. പക്ഷെ 4 എണ്ണം അല്ല, ഒരു 6 എണ്ണമെങ്കിലും വേണം ശരിക്കും. ഇത് ടേബിൾ ടോൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇക്കറിഞ്ഞു നീ എടുത്തോന്ന്. അങ്ങനെ ഞാനിതെടുത്ത് എന്താ പറയുക, ഇതിൽ ഫുൾ ഐറ്റംസും ഒക്കെ വാങ്ങി തന്നതല്ല. ഞാൻ വേറെ കഴിഞ്ഞ മാസം എങ്ങാനും ഉമ്മാൻ്റെ വീട്ടിൻ്റെ ഷോപ്പിങ്ങിന് പോയാലും കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിനെ. അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കാര്യം നമ്മൾ പുതിയ വീട്ടിൽ കൂടലാവാനായിട്ടില്ല, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഷോപ്പിങ്ങിനെല്ലാം പോക്കുണ്ട് ഉമ്മാൻ്റെ കൂടെ.
അന്നേരം വാങ്ങിയ കുറച്ച് ഐറ്റംസും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഏതായാലും വാങ്ങി തന്ന ഐറ്റംസ് എല്ലാം ഞാൻ കാണിക്കാം. അങ്ങനെ എനിക്ക് അധികം എന്നോട് പ്രൈസിന് ചോദിക്കലുണ്ട്, ഇവിടുന്ന് വാങ്ങിയെന്നെല്ലാം ചോദിക്കലുണ്ട്. ഞാൻ അധികം പറയില്ല. മൻഹാൻ്റെ ബർത്ത്ഡേൻ്റെ വീഡിയോയിൽ മൻഹാൻ്റെ ഡ്രസ്സിൻ്റെ പ്രൈസ് ചോദിച്ചിട്ടുണ്ടായിനി, മൻഹാൻ്റെ ഡ്രസ്സ് എവിടുന്നാണ് ചോദിച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഇല്ല, എനിക്ക് പറയാനുള്ളത് ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. പക്ഷേ നമ്മളത് പറഞ്ഞിട്ടില്ലെങ്കിൽ അവരറിയും, ചിലരറിയും ഇവരോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, ഇവരൊന്നും ഒന്നിനും റീപ്ലൈ തരൂല എന്നും പറയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാത്തിൻ്റെയും പ്രൈസും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ മാത്രമല്ല കാണുന്നത്, പല ടൈപ്പിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലർക്ക് ഇതെല്ലാം ഭയങ്കര ദൂർത്തായിട്ട് തോന്നും, എന്നാൽ ചിലർക്ക് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നും. അങ്ങനെ അപ്പം എല്ലാവരെയും നമ്മൾ നോക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പ്രൈസ് പറയാത്തത്. അങ്ങനെ പിന്നില്ലേ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വാങ്ങുന്ന കൂട്ടത്തിലാണ് ഞാനങ്ങനെ പ്രൈസ് നോക്കിയിട്ട് അയ്യോ അത് വേണ്ടാന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലല്ല. എന്നാലില്ലേ എൻ്റെ അത് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. ഓരോരോ രീതിയിലിരിക്കൂലേ ഓരോരോ ആൾക്കാരുണ്ടാവാം. അതങ്ങനെ തന്നെയല്ലേ പഠിച്ചവനെ തരാം. ഭാര്യൻ്റെ സ്വഭാവമായിരിക്കില്ല ഭർത്താവിനുണ്ടാവുക, നേരെ വിപരീതമായിരിക്കും. പക്ഷെ രണ്ടാളും ഒരുപോലത്തെ ദുർത്ത സ്വഭാവമാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, പട്ടിണിയെടുക്കേണ്ടി വരൂലേ. അങ്ങനെ എനിക്ക് എന്ത് കണ്ടാലും എനിക്കത് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഞാൻ വാങ്ങും. പക്ഷെ ഇപ്പം എനിക്ക് കുറച്ച് കുറക്കാൻ തുടങ്ങി ഞാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അതെനിക്ക് എൻ്റെ ഉമ്മയിൽ നിന്ന് കിട്ടിയതാണ്. ഉപ്പയാലും ഉമ്മയാലും നല്ലോണം ഷോപ്പ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. പക്ഷെ ഉപ്പ എൻ്റെ ഒരു ഏജ് എത്തിയേരം കുറച്ച് ഒരു പിഷ്കത്തരത്തിലേക്കെല്ലാം പോയിട്ടുണ്ടായിന്. എന്താ പറയുക, നമ്മളൊരു പ്രായമാകുമ്പം കുറച്ച് ഇങ്ങനെ ഏണിങ്സ് വെക്കാമെന്ന് അറിയൂലേ, എന്താ പറയുക, സമ്പാദ്യം ഉണ്ടാക്കാമെന്നെല്ലാം പറയൂലേ. പക്ഷെ എൻ്റെ എല്ലാം ചെറുതിൽ എൻ്റെ ബർത്ത്ഡേയിൽ ആഘോഷിക്കും, കുറേ ഡ്രസ്സ് കൊടുത്താക്കും, കേക്ക് കട്ട് ചെയ്യും, പല ടൈപ്പ് ഡ്രസ്സ്, ഷോക്സ്, കാര്യങ്ങൾ, ഗോൾഡ് കാര്യങ്ങളെല്ലാം ഉപ്പ അങ്ങനെ കൊടുത്താക്കും. ഉപ്പാക്ക് കുറേ പ്ലൈറ്റ് സെറ്റ് വാങ്ങൽ അങ്ങനെയെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ടായാൽ എന്താ പറയുക, ഉമ്മയും അതുപോലെ തന്നെയാണ്. പക്ഷെ ഉമ്മയും ഉപ്പല്ല, ഉപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറേ കുറവാണ്. ഉപ്പാക്കിപ്പം കുറച്ച് കൺട്രോളും കാര്യങ്ങളെല്ലാം ഒന്ന്. പക്ഷെ ഉമ്മ അങ്ങനെയല്ല, ഉമ്മ ഭയങ്കര ഇങ്ങനെ എന്തെല്ലോ വാങ്ങുന്ന കൂട്ടത്തിലാണ്. പക്ഷെ ഉമ്മക്കൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പൈസ ഉണ്ടെങ്കിൽ അത് പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും ചെയ്യും, അതിനെക്കൊണ്ട് ഉമ്മ ജീവിക്കുകയും ചെയ്യും. അല്ലാണ്ട് ഇപ്പോൾ ഒരു ബെഡ്ഷീറ്റ് കാര്യങ്ങൾ പുതിയത് കൊണ്ടുവന്നാൽ അത് ഉമ്മ ഒരിക്കലും എടുത്തു വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഡ്രസ്സായാലും അന്നേരം തന്നെ ഇടും, അബായാണെങ്കിൽ അന്നേരം തന്നെ ഇടും, അങ്ങനെ എടുത്തു വെക്കൂല. ഉമ്മ അറിയാലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ളതിനെ കൊണ്ട് നമ്മൾ ജീവിക്കുകയും വേണം, പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും വേണം. എന്നാലാണ് നമ്മൾ സമ്പാദ്യം കൂടാന്ന് പറയും, കിട്ടുന്നത് കൂടാന്ന് പറയും. അതൊരിക്കലും കുറയൂല. നമുക്കൊരു 5 രൂപ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 1 രൂപ അല്ലെങ്കിൽ 2 രൂപയെങ്കിലും നമ്മൾ കൊടുക്കുന്ന കൈക്ക് ബർക്കത്തുണ്ടാവും എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുക, നമ്മൾ ആഗ്രഹിക്കുക. ഒന്നും ആഗ്രഹിക്കാണ്ട് നമ്മളെ ലൈഫ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടൂല. നമുക്ക് ആഗ്രഹിക്കുക, അധ്വാനിക്കുക. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ആരെങ്കിലും നമുക്കിതെല്ലാം കൊണ്ടുതരണമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യാനും പാടില്ല. ഹാർഡ് വർക്ക് ചെയ്യുക. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പം വർക്ക് ചെയ്യാണ്ട് അടിപൊളിയായിട്ട് എൻ്റെ ലൈഫ് ജീവിച്ച് പോവാം. പക്ഷേ ഞാനിപ്പം എൻ്റെ ബിസിനസ് ആയാലും എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ എഡിറ്റ് ചെയ്യലും സത്യം പറഞ്ഞാൽ കുക്കിങ് റെസിപ്പിയെല്ലാം ചെയ്യുമ്പോൾ ഭയങ്കര പണിയാണ്. ഈ വൃത്തിയില്ലാത്തവർക്ക് അതൊരു പണിയായിരിക്കില്ല. എല്ലാം അവിടെ കുന്നുകൂട്ടി വെച്ചിട്ട് വീഡിയോക്ക് വേണ്ടിക്ക് മാത്രം ഡ്രസ്സ് ചെയ്തിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിരിക്കില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ വീട് വൃത്തിയുണ്ടെങ്കിലും പിന്നെ എൻ്റെ മക്കൾ ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഞാൻ വീഡിയോക്ക് വേണ്ടിക്ക് മാത്രം അഡിക്റ്റ് ആവുന്ന ഒരു വ്യക്തിയല്ല. എൻ്റെ ലൈഫ് കഴിഞ്ഞിട്ടേ എനിക്ക് വീഡിയോ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലൈഫിന് മുൻഗണന കൊടുക്കലുണ്ട്. ഇപ്പം എൻ്റെ പട്ടിണിയായി വിശന്ന് അല്ലാന്നുണ്ടെങ്കിൽ മക്കൾക്ക് വിശന്ന് അങ്ങനെയെല്ലാം ആയിട്ട് വീഡിയോ ചെയ്യൽ എനിക്ക് ഇഷ്ടമല്ല. എന്താ അവരെല്ലാം പട്ടിണി ഇടുന്നോട്ടില്ല എന്നുണ്ടെങ്കിൽ വീടെല്ലാം അലങ്കോലമായിക്കോട്ടെ, എനിക്ക് വീഡിയോ ഇട്ടാൽ മതി, അങ്ങനത്തെ ചിന്താഗതിയല്ല. എനിക്ക് എൻ്റെ വീട് ഫുൾ വൃത്തിയായിട്ടുണ്ടാകണം. എന്നോട് ചോദിക്കലുണ്ട്, വീഡിയോക്ക് വേണ്ടിക്കാണോ ഡ്രസ്സ് ഇടുന്നത്, അല്ല ഡ്രസ്സ് ഇതുപോലെ തന്നെയാണോ. എന്നെ പണ്ട് മുതലേ അറിയുന്നവർക്ക് അറിയുണ്ടാവും, പണ്ട് മുതലേ എന്നെ കാണുന്നവർക്ക് അറിയുണ്ടാവും. നമ്മൾ ഒരു 12 മണിയാവുമ്പം കുളിച്ച് ഫ്രഷ് ആയിട്ട് നല്ല ഡ്രസ്സ് എടുത്തിട്ട് ഇടലുണ്ട്. ഇല്ലേലും അത് വീഡിയോക്ക് വേണ്ടിക്ക് മാത്രം അങ്ങനെ ഒരു ഡ്രസ്സ് ഇടുക, അത് നമ്മളൊരു അഭിനയം പോലെ ആവില്ല. പിന്നെ നമുക്ക് ലൈഫില്ലാത്തപ്പോഴത്തെ ഒരു ഫീലെല്ലാം ഉണ്ടാവുക. നമ്മൾ മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യുക. നമ്മൾ എന്താ പറയുക, വീഡിയോക്ക് വേണ്ടിക്ക് മാത്രമാകുമ്പില്ലേ നമുക്ക് ലൈഫില്ലാണ്ട് നമ്മൾ ഡിപ്രഷനിലേക്കും നമ്മൾ വല്ലാത്തൊരവസ്ഥയിലേക്കും മാറിപ്പോവും. നമുക്ക് ആ ലൈഫില്ലാന്ന് തോന്നിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യുന്ന സമയം ഞാൻ വീഡിയോ ഇടാണ്ടിരിക്കലില്ലേ.
കുറേ നാളത്തേക്ക് ഇടലില്ല. കാര്യം എൻ്റെ ലൈഫ് അവിടെ പോകുന്നതെന്ന് കാണുമ്പോൾ ഞാൻ ആ വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്യും. കാര്യം വീഡിയോ അല്ല എൻ്റെ ലൈഫ്, ഞാനിതൊരു പാഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇതിൽ നിന്ന് എനിക്ക് ഏണിങ്സ് കിട്ടുന്നുണ്ട്, പക്ഷേ അതിലും പ്രധാനം ഇതെനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കര സമാധാനവും സന്തോഷവും കിട്ടുന്ന ഈ വീഡിയോയിലെ കൂടി. ഇപ്പം ഞാനിപ്പോൾ ഒരു റെസിപ്പി ചെയ്യുമ്പം അത് നിങ്ങളിലേക്ക് എത്തുമ്പം നിങ്ങൾ അത് ഞാനിപ്പം വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ തോന്നും. കാര്യം അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ആ ഒരു മൊമെൻറ്റ്സ്. അല്ലാണ്ട് വീഡിയോക്കായിട്ട് ഞാനൊരു റെസിപ്പി ചെയ്യലില്ല. അങ്ങനെ ഇപ്പം എൻ്റെ വീട്ടിൽ മന്തി ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാലാണ് ഞാൻ വീഡിയോ ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് കിച്ചൺ ക്ലീൻ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാലാണ് ഞാൻ കിച്ചൺ ക്ലീനിങ് വീഡിയോ ചെയ്യുക. അല്ലാണ്ട് വീഡിയോക്കായിട്ട് ഞാൻ ഒരിക്കലും കിച്ചൺ ക്ലീനിങ് ചെയ്യാറില്ല, ഒരു കാര്യവും ചെയ്യലില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലൈഫ് ഇല്ലാണ്ടായി പോകും. പല ആൾക്കാരെയും നമ്മൾ കാണുന്നില്ലേ, ആക്ടേഴ്സിനായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡിക്റ്റ് ആവുന്ന ഒരു ഫീൽഡാണ്. നമുക്ക് വ്യൂസ് കുറഞ്ഞാൽ ഡിപ്രഷൻ വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെക്കാട്ടി കുറച്ച് ഞാൻ അതിനെ പറ്റിയിട്ട് പറയാം. അതിന് മുമ്പായിട്ട് ഞാൻ എന്തെല്ലാം വാങ്ങിയെന്ന് കാണിക്കാം. ഇത് ഫുള്ളായിട്ട് ഇക്ക വാങ്ങി തന്നതല്ലേ. ഇക്ക വാങ്ങി തന്നത് ആ 2 മാറ്റും പിന്നെ ആദ്യം ഞാൻ കാണിച്ച ഫ്ലവേഴ്സില്ലേ അതും പിന്നെ 2 പോട്ടുമാണ്. ഇതിപ്പം ഞാൻ ഉമ്മാൻ്റെ വീട്ടിൽ കൂടുതലിൻ്റെ ടൈമിന് ഉമ്മാൻ്റെ പേരെ ഷോപ്പിങ്ങിന് പോയാലും അങ്ങനെ എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കലൊന്നുമില്ല, പക്ഷേ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അതിന് വേണ്ടിക്ക് ഞാൻ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഞാൻ പോയിട്ട് അങ്ങനെ വാങ്ങിയതാണ്. കേക്കിൻ്റെ ഷോപ്പ് ഉണ്ടാവില്ലേ, അവിടെ പോയിട്ട് അങ്ങനെ വാങ്ങിയ കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ആക്കുന്നതാണ്. ആ ഒരു വീഡിയോ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക. കാര്യം ഈ വീഡിയോ ഏകദേശം നല്ല വലിയ വീഡിയോ അങ്ങനെ. പിന്നെ ഇതെനിക്ക് ഇക്ക വാങ്ങി തന്നതാണ്, മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തില്ലേ അത്. അങ്ങനെ ഒരു 5 ഐറ്റം ഇക്ക വാങ്ങി തന്നതും ബാക്കിയെല്ലാം ഈ പില്ലോ എല്ലാം ഞാൻ അന്നേരം ഉമ്മാൻ്റെ പേര് ഷോപ്പിങ്ങിന് പോയാലും ഇപ്പം നമ്മളെ പുതിയ വീടിൻ്റെ ഷോപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, അന്നേരം അങ്ങനെ വാങ്ങിയിട്ടോന്നേ. ഇത് കണ്ടിട്ട് ഇഷ്ടമായിട്ട് അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വാങ്ങിയതാണ്. നമ്മൾ ഈ ഒരു വീട്ടിൽ ഓഫ് വൈറ്റ്, ബേജ്, ഗോൾഡൻ ആ ഒരു ഷെയ്ഡല്ലേ വരുന്നത്. പക്ഷെ ഉമ്മാൻ്റെ വീട്ടിൽ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ കളർ തീം ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ ചെയ്ത് തീം തന്നെ ചെയ്യേണ്ട, ആ ഒരു രീതിയിൽ തന്നെ ചെയ്യേണ്ടെന്നുള്ളതിൽ അങ്ങനെ. പിന്നെന്താ, പിന്നെ ചെറിയൊരു ക്ലോക്കില്ല, അതിൻ്റെ ബ്ലാക്കും കൂടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാറ്റ് ഞാനും ഉമ്മയും എന്താ പറയുക സെഞ്ച്വറിയില്ല അങ്ങനെ എവിടെയോ പോയാലും വാങ്ങിയതാണ്. കണ്ടിട്ട് ഇഷ്ടമായിട്ട് അങ്ങനെ എടുത്തതാണ് ആ 2 മാറ്റും. എന്താ പറയുക, അന്നേരം ഉമ്മാൻ്റെ പേരെ ഷോപ്പിങ്ങിന് പോയാൽ അങ്ങനെ വാങ്ങിയതാണ്. ഞാൻ എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു വെച്ചതാണ്. നല്ല സോഫ്റ്റാണ് ഇത്. മെഷീൻ വാഷ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ എൻ്റെ കയ്യിൽ കുറേ കാലം ഞാൻ യൂസ് ചെയ്ത് തോന്നുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ലിക്ക വാങ്ങി തന്നതാണ്. ഇതിലിനി ചെടിയെല്ലാം വെക്കണം. അങ്ങനെ ഇത് നല്ല രസമില്ലേ കാണാൻ വേണ്ടിക്ക്. അങ്ങനെയാണ് എൻ്റെ ബർത്ത്ഡേക്ക് ഇക്ക ഐറ്റംസ് വാങ്ങി തന്നത്. അല്ലാണ്ട് എല്ലാവരെയും ഭർത്താവിനെ പോലെ തന്നെയാണ് ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടൊന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊന്നും കൊടുക്കലൊന്നുമില്ല. ഇതിപ്പം ഇങ്ങനെ സംഭവിച്ചതാണ് അങ്ങനെ. പിന്നെന്താ, ഇപ്പം ഞാൻ അധികവും എൻ്റെ സ്പെഷ്യൽ ഡേയ്സ് എല്ലാം എൻജോയ് ചെയ്യണം, ആഘോഷിക്കണം എന്നെല്ലാം വിചാരിക്കലുണ്ട്. കാര്യം ഞാനങ്ങനെ ഫോട്ടോസ് എടുക്കുന്ന ആളൊന്നുമല്ല. ഇപ്പം ഞാൻ വിചാരിക്കലുണ്ട് എല്ലാം നമുക്ക് നല്ലൊരു ഓർമ്മയായിരിക്കും. പിന്നെ കുറേ കാലം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പം നമുക്ക് ഭയങ്കര ഫീലായിരിക്കും കാണുമ്പം. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്നും ഫോട്ടോസൊന്നും എടുക്കൽ കുറവാണ്. പക്ഷേ ഇപ്പം എല്ലാം ചെയ്യണമെന്നെല്ലാം ഇൻഷാ അല്ലാ വിചാരിക്കുന്നുണ്ട് അങ്ങനെ. പിന്നെ ഇതെനിക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ ബർത്ത്ഡേൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിക്ക് ഒരു വീഡിയോ ചെയ്യണം. അതിന് വേണ്ടിക്ക് ഞാൻ തന്നെ വാങ്ങിയതാണ്. ഞാൻ എപ്പോഴും എനിക്ക് സെൽഫ് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ എന്നെ നല്ലോണം സ്നേഹിക്കാൻ ഇപ്പോൾ ശ്രമിക്കലുണ്ട്. കാര്യം നമ്മളെ സ്നേഹിച്ചാൽ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കും. അത് സെൽഫ് ലവ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എത്ര മറ്റുള്ളവർക്ക് വേണ്ടിക്ക് ജീവിച്ചു കഴിഞ്ഞാലും നമുക്ക് പരിഗണന കൊടുത്തിട്ടില്ലെങ്കിൽ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല നമുക്ക് പരിഗണന തരാൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി അറിയാം. ഈ ഒരു യൂട്യൂബ് ഫീൽഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അഡിക്റ്റ് ആവും. കാര്യം നല്ല നല്ല കമൻറ്റ്സ് വരുമ്പം, അതുപോലെ തന്നെ നമുക്ക് വ്യൂസ് കൂടുമ്പം, അതിൽ നിന്ന് ഏണിങ്സ് കിട്ടുമ്പോഴില്ലേ ഭയങ്കരമായിട്ട് അഡിക്ഷൻ വരുന്ന ഒരു ഫീൽഡാണിത്. എത്ര തന്നെ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ, എത്ര ആൾക്കാർ നമ്മളെ ഉയർത്തി പറഞ്ഞാലും ഇല്ലേ, നമ്മൾ ഒരിക്കലും അതിന് അഡിക്റ്റ് ആവാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു ഫേക്ക് പേഴ്സണാലിറ്റി ആയിട്ട് മാറും. നമുക്ക് നമ്മളാവാൻ കഴിയില്ല. അധികവും ഫേസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യാത്തതിന് മെയിൻ കാരണം ഞാൻ അത് തന്നെയാണ് കേട്ടോ. നമുക്ക് നമ്മളായിട്ട് പുറത്തു പോകാനോ കാര്യങ്ങളോ ഒന്നും കഴിയില്ല. സത്യം പറഞ്ഞാൽ എന്നെ ആർക്കും മനസ്സിലാവില്ല. ഇക്കാനും എന്താ പറയുക മുഹമ്മദിനെയും കണ്ടാലാണ് ഇർഫാന ഷംഷീർ അല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് ആൾക്കാർ വരാം. കാര്യം എൻ്റെ ഫേസ് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല
ഒന്നാമത് എൻ്റെ ഫേസ് കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്, വീഡിയോയിൽ കാണുന്ന പോലെയല്ലേ. അതുകൊണ്ട് തന്നെ ഇക്കാനും മോനും കാണുമ്പോൾ ഒന്ന് ഇർഫാനല്ലേ എന്ന് പറഞ്ഞിട്ട് വരുത്ത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു യൂട്യൂബ് ഫീൽഡ് എന്ന് പറയുമ്പം നമ്മൾ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാട്ടി നല്ല ആൾക്കാർ വരും, കഴിവുള്ളവർ വരുമ്പം എന്തായാലും നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിന്ന് ഔട്ടാവും. ആ സമയം നമുക്ക് ഭയങ്കര ഡിപ്രഷന്, അല്ലാന്നുണ്ടെങ്കിൽ ആ പുതിയ വന്ന ആളോട് കോമ്പറ്റേറ്റീവ് മെൻറ്റാലിറ്റി, അസൂയ കാര്യങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അത് നമ്മളെ ഹെൽത്തിന് തന്നെയാണ് ബാധിക്കുക. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു ഫീൽഡ് ജീവിതമാക്കി മാറ്റാൻ പാടില്ല. ഇതൊരു നമ്മളൊരു വരുമാന മാർഗ്ഗം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാഷൻ, ആ ഒരു രീതിയിൽ വെക്കുക. ജീവിതം വേറെ തന്നെയാണ്. അപ്പം മക്കളായാലും ഹസ്ബൻഡായാലും അത് നമ്മൾ അവർക്കും ലൈഫ് നമ്മൾ കൊടുക്കുക. നമ്മൾ ഈ ഒരു ഫീൽഡിൽ തന്നെ എന്താ പറയുക, യൂട്യൂബ് തന്നെയാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞിട്ട് നിന്നാൽ ഇപ്പുറത്ത് നമ്മളെ മക്കൾ വളരുന്നുണ്ടാവും, ഹസ്ബൻഡ് ഉണ്ടാവും, അവരെ ജീവിതവും കൂടി നമ്മൾ നോക്കണം. സത്യം പറഞ്ഞാൽ ഈ ഒരു യൂട്യൂബ് ഫീൽഡ് എന്ന് പറയുമ്പോൾ എഡിറ്റിങ്, വീഡിയോ ഷൂട്ടിങ്, എഡിറ്റിങ്, അതുപോലെ തന്നെ വോയിസ് ഓവർ കൊടുക്കൽ എല്ലാം കൂടിയാവുമ്പോൾ ഒരു ദിവസം നമുക്ക് തികയൂല. കാര്യം നമുക്ക് നമ്മളെ ബന്ധുക്കളെടുത്ത് പോകാനോ ഹസ്ബൻഡിനോട് സംസാരിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളോട് ഇതാക്കാനോ ഒന്നും സമയം കിട്ടൂല. അത് ശരിക്കും ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയണ്ടോ, അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഏണിങ്സ് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അത്രയും ഹാർഡ് വർക്കും അതിൻ്റെ ബാക്കിൽ നമുക്ക് കണ്ണിന് പ്രശ്നങ്ങൾ, ബാക്ക് പെയിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ എല്ലാം വരും ഈ സ്ക്രീന് ഡെയിലി നോക്കുന്നതുകൊണ്ട് തന്നെ. അപ്പം ഇല്ലേ, അതുകൊണ്ട് തന്നെ എന്നോടെല്ലാം പറയലുണ്ട് ഡെയിലി വീഡിയോ ചെയ്യുമെന്നെല്ലാം. കഴിയൂല. കാര്യം എന്തായാലും ഒരു ദിവസം മൊത്തം എഡിറ്റിങ് കാര്യങ്ങളുണ്ടാവും, പിന്നെ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാൻ കഴിയൂല. അങ്ങനെ ഒരു ജോലിയിലും നമ്മൾ ഒരിക്കലും അഡിക്റ്റ് ആവാൻ പാടില്ല, എൻ്റെ ഒരു അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് റിയലായിട്ട് വരാൻ കഴിയലുണ്ട്. കാര്യം ഞാൻ 2 ദിവസം കൂടുമ്പം വീഡിയോ എൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം കിച്ചൺ ക്ലീനിങ് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ആ കിച്ചണും കൂടി എനിക്ക് ക്ലീനായി കിട്ടും. അല്ലാണ്ട് വീഡിയോക്ക് വേണ്ടിക്ക് ഒരിക്കലും ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യലില്ല. എനിക്ക് എന്താ പറയുക, വീഡിയോ ചെയ്യുന്നതിലൂടെ ആ കിച്ചണും കൂടി ക്ലീനായിട്ട് കിട്ടുമെന്നാണ് ഞാൻ ചിന്തിക്കൽ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അൽഹംദുലില്ലാ ഇപ്പം 4 വർഷത്തോളമായി ഞാൻ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങളും ഓരോരോ ആൾക്കാർക്ക് മോട്ടിവേഷൻ അന്ന് പറയലുണ്ട്. പുതിയ ബെഡ്ഷീറ്റ് വിരിക്കാത്തവർ പുതിയ ബെഡ്ഷീറ്റ് വിരിക്കാൻ തുടങ്ങി, പാത്രങ്ങൾ യൂസ് ചെയ്യാത്തവർ പാത്രങ്ങൾ എടുക്കാൻ തുടങ്ങി, അങ്ങനെ കിച്ചണിൽ ഫ്ലവേഴ്സ് വെക്കലുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല നല്ല കമൻസ് കാര്യങ്ങൾ മെസ്സേജസ് വരുത്തുണ്ടെങ്കിൽ ഫോട്ടോസ് എല്ലാം അയച്ചിരുത്തുണ്ട്. അവരുടെ കിച്ചണെല്ലാം ഭംഗിയായിട്ട് വെച്ചതും ഫ്ലവേഴ്സ് ആദ്യം വെക്കലില്ല, ഇപ്പോൾ ഇർഫാനൻ്റെ വീഡിയോ കണ്ടിട്ട് വെക്കലുണ്ട്. ഫ്ലവേഴ്സിനോട് ഇഷ്ടം തോന്നി, ഒരു പോസിറ്റീവ്നെസ് കിട്ടലുണ്ട്. കിച്ചണിലെല്ലാം കയറുമ്പം നീറ്റാക്കി വെക്കലുണ്ട്. അങ്ങനെല്ലാം പറയലും കമൻസ് ചെയ്യലും എല്ലാം ഉണ്ട്. ഭയങ്കര മോട്ടിവേഷനാണെന്നെല്ലാം പറയലുണ്ട്. അതിന് മെയിൻ കാരണം ഞാൻ എൻ്റെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്ന. ഒരു വീഡിയോ കണ്ടിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം കണ്ടിട്ടോ അതിൽ ഇഷ്ടപ്പെട്ടിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക എന്നതിലുപരി എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ കിട്ടിയത് എൻ്റെ ഉമ്മയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഉമ്മാൻ്റെ ലൈഫിൽ നിന്ന് കിട്ടിയ ഒരുപാട് അറിവുകളും കാര്യങ്ങളും, അതുപോലെ തന്നെ എൻ്റെ ഫാമിലി പരമായിട്ട് കിട്ടിയ ഒരുപാട് അറിവുകൾ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം കൂടിയിട്ട് നിങ്ങൾക്കും കൂടി അറിയാത്തവർക്കും കൂടി അത് ഷെയർ ആക്കുമ്പോൾ, ഇല്ലാന്നുണ്ടെങ്കിൽ അറിയുന്നത് തന്നെയായിരിക്കും പക്ഷേ അത് ചെയ്യാൻ മറന്നുപോയ ആൾക്കാരുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ അതൊരു മോട്ടിവേഷൻ അല്ലേ. അങ്ങനെ ഒക്കെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറയലുണ്ട്, നിൻ്റെ ഭാര്യൻ്റെ വീടിനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഉപകാരമുണ്ട്, എൻ്റെ വീടെല്ലാം ഇപ്പം നല്ല വൃത്തിയാണ്, നല്ല ഫുഡെല്ലാം കിട്ടലുണ്ട്. അപ്പം അങ്ങനെയെല്ലാം കേൾക്കുമ്പം ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ മാഷാ അല്ലാ, ഞാൻ അഹങ്കാരമായിട്ടോ ഇതായിട്ടോ പറയുന്നില്ല, അത് എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ ഞാൻ പറയുന്നതാണ്. ഭയങ്കര സന്തോഷം എന്നിട്ട് അങ്ങനെ കാണുമ്പം. അതുകൊണ്ട് തന്നെ എന്നോട് ചോദിക്കലുണ്ട്, ഡ്രസ്സ് ഫുൾ സ്ലീവ് എപ്പോഴും വീട്ടിൽ നിന്ന് ഇടുന്നതാണോ? ഡ്രസ്സ് ഞാൻ ഫുൾ സ്ലീവ് തന്നെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇടാം. പണ്ടുതലേ എന്നെ കാണുന്നവർക്ക് അറിയുണ്ടാവും, ഞാനൊരു 12 മണിയാകുമ്പം കുളിച്ച് ഫ്രഷ് ആകും. അത് ഉമ്മ ചെറുതിലേ ഉള്ള ഒരു ശീലമാണ്. അങ്ങനെ വീടെല്ലാം വൃത്തിയായിട്ട് വെക്കാണ്ട് മാത്രം നമുക്കൊന്നും ചെയ്യാൻ തോന്നൂല. വീട് വൃത്തിയില്ലെങ്കിൽ ചൂടിളകും, ദേഷ്യം പിടിക്കും. അങ്ങനെ വീഡിയോക്ക് വേണ്ടിക്ക് മാത്രം ചെയ്യുന്ന കാര്യങ്ങളല്ല. നമ്മൾ എന്താ പറയുക, എൻ്റെ ലൈഫിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് കൂടി തരുന്നു എന്ന് മാത്രം. ലൈഫ് എൻജോയ് ചെയ്യാണ്ട് വീഡിയോ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ജീവിതം ഇല്ലാണ്ടായി പോലെ. അങ്ങനെ ഇതാ ഞാനില്ലേ എല്ലാം ഓരോരോ സ്ഥലത്ത് എടുത്ത് വെക്കലാണേ. എന്താ പറയുക, ഞാനില്ലേ ഓരോ സ്ഥലത്ത് വെച്ച് നോക്കും, എന്നിട്ട് ദൂരത്ത് നിന്നിട്ട് പോയിട്ട് നോക്കൂ അവിടെ അത് നല്ലതാണോയെന്ന്. നല്ലതല്ലെങ്കിൽ പിന്നെ അതെടുത്ത് മാറ്റും. അങ്ങനെ നല്ലതാവുന്നവരെ അങ്ങനെ വെച്ചിട്ടെല്ലാം നോക്കിയിട്ട് അടിപൊളിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, അത് അവിടെ സെറ്റ് ആകും. അങ്ങനെ പിന്നെന്താ,
കഴിഞ്ഞ വീഡിയോന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. ഞാൻ മൊത്തത്തിൽ സെറ്റ് ചെയ്ത് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് കിച്ചൺ ക്ലീനിങ് കൈനേരം ഞാൻ ഒന്ന് മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. ഇത് പണ്ടുതിലേ ഉമ്മ ചെയ്യുന്ന കാര്യമാണ്. പണ്ടല്ലാന്നുണ്ടെങ്കിൽ ഉമ്മയില്ലേ ഈ കട്ടിലും എൻ്റെതൊന്നും ഇപ്പം കട്ടിലും സോഫ ഒന്നും ഇങ്ങനെ എടുത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വെക്കാൻ കഴിയാത്തതാണ്. പക്ഷെ പണ്ടല്ലാന്നെങ്കിൽ ഉമ്മ വൃത്തിയാക്കി തുടച്ച് നമ്മൾ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ തുടങ്ങിയ പണിയായിരിക്കും. രാത്രി വരെ പണിയുണ്ടാവും. എന്നിട്ട് നമ്മൾ സ്കൂൾ വിട്ടിട്ട് വന്നു കഴിഞ്ഞാലും ഉമ്മാൻ്റെ അടിക്കലും തുടക്കലൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നിട്ട് അത് കഴിയുമ്പോൾ ഉമ്മ എന്ത് ചെയ്യുമെന്നറിയോ, കട്ടിലും കിടക്കലും അയിലയിലും ഒന്തി വലിച്ച് അതും ഒറ്റയ്ക്ക് വലിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വെക്കും. പക്ഷെ അതിൻ്റെ പണി ഉമ്മാക്ക് ഇപ്പോൾ കിട്ടി. ഉമ്മാക്ക് നല്ല നടുവേദനയാണ്. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്താ പറയുക, അങ്ങനെയെല്ലാം കണ്ടിട്ടാണ് എനിക്കിപ്പം മനസ്സിലായ നമ്മൾ ഒറ്റയടിക്ക് വീടൊന്നും വൃത്തിയാക്കാൻ പാടില്ല. ഓരോരോ ദിവസം ഓരോരോ ഭാഗങ്ങളായിട്ട് വൃത്തിയാക്കുക. എന്നാൽ നമ്മളെ വീട് എപ്പോഴും വൃത്തിയായിട്ടുണ്ടാവും. പിന്നെ ഒന്നും കൂട്ടിയിടാണ്ട് എൻ്റെ ഉമ്മ ഒന്നും ചെറുതിലെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സ്കൂൾ പൂട്ടിയതാണെങ്കിൽ യൂണിഫോമും ബുക്കും കൊടുത്ത് ഒഴിവാക്കേണ്ടതാണെങ്കിൽ എന്നേരം ഉമ്മ കൊടുത്ത് ഒഴിവാക്കും. അത് എടുത്ത് വെക്കുന്ന പരിപാടിയില്ല. പിന്നെ ഇപ്പം മരുന്നുകളെ ബോട്ടിലായാലും അങ്ങനെ എല്ലാം ഉമ്മ ഒന്നും കൂട്ടൂല, എല്ലാം കൊടുത്ത് ഒഴിവാക്കുന്നത്. ഇപ്പം എന്താ പറയുക, കുറേ ആൾക്കാർ ഈ പ്ലാസ്റ്റിക് എടുക്കുന്ന ആൾക്കാർ പണ്ട് മുതലേ വരുത്തുന്നുണ്ട്. ഉമ്മ അവരോട് വിറ്റിട്ട് പൈസ വാങ്ങൂല. ഉമ്മ പറയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവണ നമുക്ക് വേണ്ടാത്ത സാധനത്തിന് എന്തിനാ പൈസ വാങ്ങുന്നതെന്ന് ചോദിക്കുമ്മ. അതുപോലെ തന്നെയാണ് ഞാനും ചെയ്യുക. സാധനങ്ങൾ അങ്ങനെ കൊടുത്തു ഒഴിവാക്കലാന്ന്. കാര്യം അവരത്രയും വിഷമത്തിലായിരിക്കും ആ സാധനം എടുക്കാൻ വരുന്നത്. അപ്പം നമ്മൾ ഒരു 200-300 രൂപ വാങ്ങിയിട്ട് എന്ത് കിട്ടാനാണ്? അവർക്ക് അതൊരു നേരത്തെ അരിക്ക് വകയാണെങ്കിൽ അത് അങ്ങ് കൊടുക്കലല്ലേ നല്ലതെന്നാണ് ചിന്തിക്കാം. പൊട്ടിയ പൈപ്പ് കാര്യങ്ങൾ, വേണ്ടാത്ത മിക്സി, അതുപോലെ തന്നെ ഈ എന്താ പറയുക അയൺ ബോക്സ് കാര്യങ്ങളെല്ലാം നമ്മളങ്ങനെ കൂട്ടുന്നതിൽ പകരം നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് അങ്ങനെ അത് കൊടുത്ത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട് കുറച്ചുകൂടി ഫ്രഷ് ആയിട്ട് അടിപൊളിയായിട്ട് നിൽക്കാനത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എല്ലാവരും ചെയ്യുന്നതാണ്, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ആക്കിയതാണ്. അപ്പോൾ ഇതാ ഞാൻ മൊത്തം ക്ലീനാക്കി. ഇനിയിപ്പം കിച്ചണിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ലേ, കിച്ചണും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എല്ലാവരെയും ലൈഫിൽ എന്താ പറയുക കുറേ സാധനങ്ങൾ വാങ്ങുക കാര്യങ്ങൾ അതെല്ലാം ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഇല്ലേ ഒരാളെ ലൈഫ് കണ്ടിട്ട് അവരുടെ ലൈഫ് അടിപൊളിയാണ്, എൻ്റെ ലൈഫ് എന്താ മോശമൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല കേട്ടോ. ഓരോരാളുടെ ലൈഫിലും മനുഷ്യന്മാരാകുമ്പോൾ ഓരോ മനുഷ്യനും ഓരോരോ പ്രയാസങ്ങളുണ്ട്. അത് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം. നമ്മൾ ജസ്റ്റ് ഒരു 20 മിനിറ്റിൻ്റെ വീഡിയോ ആണ് കാണുന്നത് എന്ന് വെച്ചിട്ട് എൻ്റെ ലൈഫ് ഭയങ്കര അടിപൊളിയാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. എൻ്റെ ലൈഫിലും വിഷമങ്ങളുണ്ട്, നിങ്ങളെ ലൈഫിലും വിഷമങ്ങളുണ്ട്. പഠിച്ചവന് ഓരോരുത്തർക്കും താങ്ങാവുന്ന വിഷമങ്ങൾ മാത്രമേ കൊടുക്കും. അതിൽ നമ്മൾ മുങ്ങിത്താണ് ജീവിതം ഇല്ലാണ്ടാക്കാനല്ല, അതിൽ നിന്ന് ഉയർന്നു വന്ന് ജീവിതം പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ഓരോരുത്തർക്കും ഓരോരോ വിഷമങ്ങളായിരിക്കും. ഓരോരുത്തർക്ക് രോഗം കൊണ്ടുള്ള വിഷമം ഉണ്ടാവില്ല, എന്നുണ്ടെങ്കിൽ ഭർത്താവ് ചതിക്കുന്ന, ഭാര്യ ചതിക്കുന്ന, അങ്ങനെ എല്ലാം ഉണ്ടായിട്ടും എല്ലാം കൊണ്ടും വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പല രീതിയിൽ ശത്രുക്കളെ കൊണ്ടുള്ള വിഷമം, അങ്ങനെ പല രീതിയിൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ജീവിതത്തിൽ എന്താ പറയുക, സന്തോഷവും ദുഃഖവും ഉള്ളതാണ് ജീവിതം. ദുഃഖങ്ങൾ ഉണ്ടെങ്കിലേ സന്തോഷത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുമെന്ന് പറയും. അപ്പം ഇല്ലേ രണ്ടും മിശ്രിതമായതാണ് ജീവിതം. അപ്പോൾ ഒരാളെ ലൈഫ് കണ്ടിട്ട് അവരെ ലൈഫ് അടിപൊളിയാന്ന് പറയാൻ നിൽക്കണ്ട. എൻ്റെ ലൈഫിലും ദുഃഖങ്ങളുണ്ട്, നിങ്ങളുടെ ലൈഫിലും ഉണ്ട്. എൻ്റെ ലൈഫിലും ഹാപ്പിനെസ് ഉണ്ട്, നിങ്ങളുടെ ലൈഫിലും ഹാപ്പിനെസ് ഉണ്ട്. ഹാപ്പിനെസ് കണ്ടെത്തുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നമ്മൾ അടിപൊളിയാന്ന് ചിന്തിക്കുക. മറ്റുള്ളവർ വന്നിട്ട് നമ്മൾ അടിപൊളിയാന്ന് പറയോ? ഇല്ല, നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുക, ഞാൻ അടിപൊളിയാന്ന്. അങ്ങനെ ഇതൊരു വേറൊരു ദിവസം ഷൂട്ട് ചെയ്തതാണ്. ഞാൻ പരിപ്പിൽ കഴുകിയെടുക്കലാണ്, സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കിച്ചൺ ഡീപ്പ് ക്ലീനിങ് ചെയ്യും മുമ്പേ ഉള്ളൊരു അന്നത്തെ ദിവസത്തെ രാവിലത്തെ വിശേഷങ്ങളാണ്. പിന്നെ ആ വീഡിയോ കാണാത്തവരെന്തായാലും കണ്ടോക്കുക. പിന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സ്ഥിരമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സ്മൈലെങ്കിലും കമൻറ്റായിട്ട് ഇടാം കേട്ടോ. പിന്നെന്താ, ഞാനില്ലേ അന്ന് കിച്ചൺ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ലേ, അന്നത്തെ ദിവസത്തെ രാവിലത്തെ വിശേഷം ഞാൻ ഷെയർ ആക്കാം കേട്ടോ. ഞാൻ ആ കിച്ചൺ വീഡിയോ കൂടുതൽ ലെങ്തി ആയതുകൊണ്ട് തന്നെ ആ ഭാഗം കട്ട് ചെയ്തിട്ട് എന്താ പറയുക, ഈ ഭാഗം ഞാൻ വീഡിയോയിൽ ഷെയർ ആക്കിയിട്ടില്ല, ആ ഭാഗം മാത്രമൊന്ന് ചെയ്തേ. ഞാനിപ്പോൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. എന്നോട് ചോദിച്ചിന് എന്തിനാ എന്താ പറയുക, ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിനി, എന്തിനാ മീൽ പ്രിപ്പ് ചെയ്ത് വെക്കുന്നത്, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കില്ലേ നല്ലത്. ഇതെല്ലാം ഫ്രഷ് ആയിട്ട് തന്നെയല്ലേ, നമ്മൾ കട്ട് ചെയ്തിട്ട് വെക്കുന്നു മാത്രം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഉമ്മമാർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ ജോലിക്ക് പോകുന്നവർ, ചെറിയ കുട്ടികളുള്ളവർക്കെല്ലാം
എന്തായാലും ഇത് യൂസ്ഫുൾ ആണ് കേട്ടോ. ഇങ്ങനെ തേങ്ങ ചിരകി വെക്കുക, വെജിസ് എല്ലാം കട്ട് ചെയ്ത് വെക്കുക, ഇങ്ങനെയെല്ലാം ആവുമ്പോൾ ഭയങ്കര ഈസിയാണ് പണി. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ തന്നെ ചോറും കറിയും സാമ്പാറും വറവും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മീൽ പ്രിപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ രാവിലെ പച്ചക്കറികൾ വെള്ളത്തിൽ വിനെഗറിലിട്ട് വെക്കണം, അതിൻ്റെ തൊലി കളയണം, എന്നിട്ട് കട്ട് ചെയ്യണം. എത്ര സമയമോ വേസ്റ്റ്. ഇത് നമ്മൾ ഒരു ശനിയാഴ്ച രാത്രി അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം എല്ലാം മീൽ പ്രിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര സമയമോ ലാഭം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കാര്യങ്ങളെല്ലാം റെഡിയാവും. കാര്യം ദോശമാവിന് അരച്ച് വെച്ചതുണ്ട്, പിന്നെ വെജീസ് കട്ട് ചെയ്ത് വെച്ചതുണ്ട്, തേങ്ങ ചിരകിയത്. എൻ്റെ ടീമിൽ തേങ്ങ ചിരകിയത് ഇപ്പം ഇല്ല, പക്ഷെ തേങ്ങ ചിരകിയതുണ്ടെങ്കിൽ എല്ലാം ഉണ്ടെങ്കിൽ വേഗം എടുത്ത് കുക്ക് ചെയ്യേ വേണ്ടു. അങ്ങനെ അതൊന്നും വലിയ മോശമായിട്ടുള്ള കാര്യമല്ല കേട്ടോ. ഒരു കാര്യം നമ്മൾ മനുഷ്യന്മാരൊരു സ്വഭാവം എന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മളിലേക്ക് എത്തുന്നത് വരെ അത് മോശമായിരിക്കും. കിട്ടാത്ത മുന്തിരി പുളിക്കാണെങ്കിലും പറയൂലേ, അങ്ങനെ. എന്നാൽ അത് നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കും. അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് കാര്യം മോശമെന്ന് പറയുന്ന ലോ ഓഫ് അട്രാക്ഷനിൽ എന്താ പറയുക, ഈ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം മോശമെന്ന് അത് വേണ്ട. എപ്പോഴും നെഗറ്റീവ് മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവർക്ക് എപ്പോഴും നെഗറ്റീവ് മാത്രമേ ഉണ്ടാവും. എപ്പോഴും പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. അങ്ങനെ ഏത് കാര്യവും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെന്താ, ഞാൻ അതിനിടയിൽ ചോറ് എല്ലാം ഉണ്ടാക്കി വാർത്തെടുത്തിട്ടുണ്ട്. പിന്നെ അന്നത്തെ ദിവസത്തെ ഡീപ്പ് ക്ലീനിങ് കാണാത്തവർ കണ്ടോ കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും. എൻ്റെ കിച്ചണിൽ ഓരോ ഐറ്റംസ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിന്, അതെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിന്. രാവിലത്തെ നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടേ ഞാൻ കിച്ചണിലേക്ക് കയറലില്ലൂ. എന്നിട്ട് എനിക്കെന്തോ അത് ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കാട്ടോ. നമ്മൾ വെറുതെ വീഡിയോക്ക് വേണ്ടിക്ക് ആക്ട് ചെയ്യുന്നതും അല്ലാണ്ട് നമ്മൾ ഒന്ന് ഫ്രഷായി കുളിച്ച് വന്നിട്ട് ആ ഒരു കുക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് 2 നേട്ടമായി. അവിടെ നമുക്ക് ഒരു നല്ലൊരു ഫീൽ ഉണ്ടാവും. എന്നോട് ചോദിക്കലുണ്ട്, ഡ്രസ്സ് വീഡിയോക്ക് വേണ്ടിക്ക് ഇടുന്നതാണോ ഫുൾ സ്ലീവ് എന്ന്. ഞാൻ പണ്ട് മുതലേ ഫുൾ സ്ലീവ് ഇടുന്ന ഒരാളാണ്. പിന്നെ ഹാഫ് സ്ലീവ് മാക്സി ഇട്ട ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഫുൾ സ്ലീവ് ആയിട്ടുള്ള എന്തെങ്കിലും കോട്ട് എന്തെങ്കിലും എടുത്തിട്ട് ഇടലുണ്ട്. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നർ അങ്ങനെ ഇടും. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അധികം ഫുൾ സ്ലീവ് ഡ്രസ്സ് തന്നെയാണ് ഞാൻ വാങ്ങൽ. ഇത് ചൂടെടുക്കില്ലെന്ന് ചോദിക്കലുണ്ട്. ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്തും കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുക. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ മീൽ പ്രിപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടോക്കെ, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും. പിന്നെ ചെറിയ കുട്ടികളുണ്ട്, വീട് എപ്പോഴും നീറ്റാക്കി വെക്കാൻ കഴിയുന്നില്ലാത്ത, അതിനെന്തായാലും വീഡിയോ ചെയ്യണേ. അടുത്ത വീഡിയോയിൽ വെയിറ്റ് ചെയ്യുമെന്ന് കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിന്. ഇപ്പോൾ ചെറിയ കുട്ടികളിലുള്ളവരാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുക. കാര്യം അവരുടെ ആ ഒരു വളർച്ചയും അവരുടെ ഓരോ മൊമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ എൻജോയ് ചെയ്യണം കേട്ടോ. നമ്മൾ വൃത്തിൻ്റെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ അവരുടെ വളർച്ച നമുക്ക് അവർ കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, അയ്യോ പഠിച്ചവനെ, ഞാൻ എൻ്റെ മോളാ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മോന് വളരുന്നത് നോക്കിയിട്ടില്ലല്ലോ, ഞാൻ വെറും പരാതിയും പരിഭവവും പറഞ്ഞ് നടക്കുകയാണല്ലോ എന്ന്. അങ്ങനെയല്ല കേട്ടോ. നമുക്ക് എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ലൈഫിൽ എന്ത് സ്ട്രഗിളിലേക്ക് കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് വിഷമിപ്പിക്കുന്നതല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്ത് വീട്ടുകാർ കാര്യങ്ങൾ എല്ലാം കൊണ്ട് വിഷമിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഈ ദുനിയാവ് ഭയങ്കര പെർഫെക്റ്റ് ഒന്നുമല്ല. നമ്മൾ പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കുക, അത്ര തന്നെയാണ്. അപ്പം പല രീതിയിൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിഷമത്തിൻ്റെ ഇടയിൽ നമ്മളെ ലൈഫ് ജീവിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നാൻ പാടില്ല. അതുകൊണ്ട് തന്നെയല്ലേ കുട്ടികളുടെ വളർച്ച നമ്മൾ എൻജോയ് ചെയ്യുക. അവർ വളർന്ന് വലുതായിട്ട് അങ്ങ് ജോലിക്ക് പോകും, പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അവരെ മിസ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെയല്ലേ വൃത്തി എന്ന് പറഞ്ഞിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓടാണ്ട് അവർ വളരുന്നവരെ അവർക്ക് വേണ്ടിക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ അവർ കിടന്നുറങ്ങുന്ന സമയമെല്ലാം ഉണ്ടാവില്ലേ, മൈസി മഞ്ഞളില്ല സമയം, ഞാൻ അവർ കിടന്നുറങ്ങുന്ന സമയമായിരിക്കും മാക്സിമം എൻ്റെ പണികൾ തീർക്കാം. എന്നിട്ട് പിന്നെ അവരരുവത്തേക്ക് ഞാൻ ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടാവലുണ്ട്. കാര്യം നമ്മൾ കുട്ടികൾ അന്ന് നമുക്ക് പ്രാധാന്യം. അപ്പം നമ്മൾ കുട്ടികളുടെ അവർക്ക് നമ്മൾ വേണ്ട സമയം നമ്മൾ അവൈലബിളായിട്ട് എന്തായാലും ഉണ്ടാകണം. അതിങ്ങനെ ഭയങ്കര എന്താ പറയുക പണിയാന്ന് ജോലിയാന്ന് തീരുന്നില്ല വീട് വൃത്തിയില്ല എന്ന് വിചാരിച്ചിട്ട് നിന്നിട്ട് കാര്യമില്ല. അവർ ഉറങ്ങുന്ന സമയം വേഗം വീട് വൃത്തിയാക്കുക, കുളിച്ച് ഫ്രഷ് ആവുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ അവരെ കളിക്കാൻ സേഫായിട്ടുള്ളൊരു സ്ഥലത്താക്കിയിട്ട് നമ്മളെ കൺവട്ടത്തന്നെ ആക്കിയിട്ടും നമുക്ക് പണികൾ തീർക്കാൻ പറ്റും. അങ്ങനെ പിന്നെന്താ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, എന്നാലും അങ്ങനെ ഒരു കമൻറ്റ് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെന്താ, ഞാനില്ലേ അതിനിടയിൽ മാമ്പഴ പുളിശ്ശേരി ഞാൻ മീൽ പ്രിപ്പ് വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ, മാങ്ങ ഫ്രീസ് ചെയ്ത് വെച്ചതെല്ലാം.
മാമ്പഴ പുളിശ്ശേരിയിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയല്ലേ, ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഞാൻ ഇന്നില്ലേ കുട്ടികൾക്ക് ടിഫിനിലേക്ക് ചോറ്, സാമ്പാർ, പിന്നെ ക്യാബേജ് വറവ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള തേങ്ങയും കാര്യങ്ങളും എല്ലാം അരക്കാൻ വെച്ചിട്ടുണ്ട്. രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്തിൽ എനിക്ക് ഇങ്ങനെ റെഡിയാക്കി വെക്കാത്തവർക്ക് വെക്കാം, പക്ഷെ എനിക്ക് റെഡിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ അവർ ഫുഡ് കഴിച്ചിട്ട് പോയിട്ടില്ലെങ്കിലെല്ലാം നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഞാനധികം രാവിലത്തെ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാത്ത അതുകൊണ്ട് തന്നെയാണ്. ഞങ്ങൾക്ക് വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും വീഡിയോ എടുക്കണം, സമയത്തിന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ചാനൽ നല്ലോണം ഡൗൺ ആവും. അതുകൊണ്ടെല്ലാം തന്നെയാണ് ഞാൻ ഈ മീൽ പ്രിപ്പ് ചെയ്ത് വെക്കുന്നത്. ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ തേങ്ങയും കാര്യങ്ങളും എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ സാമ്പാർ റെസിപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഇർഫാന ഷംഷീർ മാമ്പഴ പുളിശ്ശേരി, പഴം പുളിശ്ശേരി എന്നെല്ലാം പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമേ. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാണ്ടെന്ന്. എന്താ പറയുക, പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് റെസ്റ്റ് എടുത്ത് എന്നിട്ട് രാത്രിയാണ് ഞാൻ കിച്ചൺ ക്ലീനിങ് വീഡിയോ ചെയ്തത് കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മസാല ദോശേൻ്റെ റെസിപ്പിയും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ചമ്മന്തി, ദോശ, സാമ്പാർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും 2 ദിവസം 3 ദിവസം സാമ്പാർ എത്തലുണ്ട്. ഞാൻ കുറച്ച് കോരി മാറ്റി വെക്കലുണ്ട്. കാര്യം എന്തായാലും സാമ്പാറായാലും എന്ത് കറി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അധികം ബാക്കി ഉണ്ടാകലുണ്ട്. ഞാനങ്ങനെ ഫ്രിഡ്ജിൽ വെക്കലുണ്ട്. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കൂട്ടിക്കൂടാന്നെല്ലാം പറയുന്നവരുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യലുണ്ട്, അത് പണ്ട് മുതലേ ചെയ്യലുണ്ട്. അങ്ങനെ പിന്നെന്താ, എല്ലാവരും ബാക്കി വന്ന ഐറ്റംസ് എല്ലാം ഫ്രിഡ്ജിൽ തന്നെയല്ലേ വെക്കുന്നുണ്ടാവുക. ചിലർ ഫ്രിഡ്ജിൽ വെക്കാണ്ട് ഇങ്ങനെ ചൂടാക്കിയിട്ട് അങ്ങനെ കഴിക്കുന്നവരുണ്ട്. എനിക്ക് എന്തായാലും സാമ്പാർ, നമ്മൾ ഈ കണ്ണൂർ ഭാഗത്തെല്ലാം സാമ്പാർ കുറേ വെക്കും, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കൂട്ടലുണ്ട്. അങ്ങനെയാകുമ്പം ഇഡ്ഡലി കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാമല്ലോ. പിന്നെ ഈ ഒരു മസാല ദോശേൻ്റെ മാവിൻ്റെ റെസിപ്പിയെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ ഇഡ്ഡലി റെസിപ്പി, മസാല ദോശ റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാലും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ അതും വീഡിയോ കാണിച്ചിട്ടില്ല. അതിനിടയിൽ ഞാൻ എല്ലാം വേഗം കുക്ക് ചെയ്തെടുക്കലാന്നേ. രാവിലെ അറിയാമല്ലോ, കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയം നല്ല തിരക്കായിരിക്കും. ഇതിനിടയിൽ എനിക്ക് മുഹമ്മദിനെ കുളിപ്പിച്ച് കൊടുക്കാനും മാറ്റി കൊടുക്കാനെല്ലാം ഉണ്ട്. ഓന് അങ്ങനെ എല്ലാം ഓരോരിക്കലും ഒറ്റയ്ക്ക് കുളിക്കുക, ഓരോരിക്കും ഒറ്റയ്ക്ക് കുളിക്കില്ല. പക്ഷേ എന്തായാലും നമ്മൾ കുളിപ്പിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു ഫ്രഷ് ഫീൽ എന്തായാലും കുട്ടികൾക്ക് ഉണ്ടാവില്ലല്ലോ. നമ്മൾ കുളിപ്പിക്കുന്ന വൃത്തി ഒരു 10 വയസ്സേരെങ്കിലും നമ്മൾ കുളിപ്പിക്കണ്ടേ. അങ്ങനെ പിന്നെന്താ, അതിനിടയിൽ ഇക്ക പോകുന്ന തിരക്കിലായിരിക്കും, ഐസ പോകുന്ന തിരക്കിലായിരിക്കും. അങ്ങനെ മൊത്തം തിരക്കുള്ള സമയമായിരിക്കും. മൻഹക്ക് ക്ലാസ് തുടങ്ങിയിട്ടില്ല. പിന്നെ മക്കളെന്താ വീഡിയോയിൽ കാണിക്കാത്ത, എല്ലാവരും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൂടെ വീഡിയോയിൽ എന്ന് ചോദിക്കലുണ്ട്. എന്താണെന്നറിയില്ല, മക്കളെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയും. എൻ്റെ കുറേ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ലേ. അന്നേരം മൻഹ ഓളെ ടീച്ചർ അടിപൊളി ഫുഡാന്നെല്ലാം പറഞ്ഞിട്ടൊരു ചാനലെല്ലാം തുടങ്ങിയിട്ടില്ല. അന്നേരം തന്നെ ഡിലീറ്റും ചെയ്തിട്ടില്ല, മനസ്സ് മാറിയിട്ട്. അങ്ങനെ ഓർക്കങ്ങനെ വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. ചിലപ്പം മനസ്സ് മാറുമായിരിക്കും. നമ്മളെപ്പോഴും ഒരുപോലെ ആയിരിക്കില്ലല്ലോ, മനുഷ്യന്മാർക്ക് പല ടൈമിൽ പല ഇഷ്ടങ്ങളായിരിക്കൂലേ. അങ്ങനെ വീഡിയോയിൽ വരൂല എന്നൊന്നും പറയില്ല, പക്ഷേ ഇപ്പം അവർക്ക് വരാൻ താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ നിർബന്ധിക്കലില്ല, ആർക്കും തന്നെയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കുട്ടികളും ഒക്കെ എല്ലാം പോയിട്ടുണ്ടായിനെ. പിന്നെ ഞാൻ ഉച്ചക്കേക്ക് ഉണക്കമീനില്ലേ അത് പൊരിച്ചിട്ടുണ്ടായിന് ഒക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചോറിക്കലാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും, അതുപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളും എല്ലാവർക്കും വരാം. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.